സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതിനകത്ത് പരിചയപ്പെടുത്തുന്നത് ഒരു എക്സൈഡിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻവെർട്ടർ, നോർമൽ 850 വിയുടെ ആണിത്. അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ ഒരു ബൈപ്പാസ് സ്വിച്ച് എങ്ങനെയാണ് നമ്മളതിൽ കണക്ഷൻ കൊടുക്കുന്നത്, അത് സ്വിച്ച് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ സ്വിച്ചുകൾ ഉരുകി പോകാറുണ്ട്. അപ്പം കംപ്ലയിൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വിച്ച് മിസ്സിങ് ആയാൽ അപ്പോൾ ഇതിൻ്റെ വയറുകളൊക്കെ ഏതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം സ്വിച്ച് മിസ്സിങ് ആണ്. കാരണം സ്വിച്ച് കംപ്ലയിൻ്റ് ആയിട്ട് സ്വിച്ച് വാങ്ങിക്കാനായിട്ട് ആരോ കൊണ്ടുപോയതാണ്. പക്ഷേ നമുക്ക് യാദൃശ്യമായിട്ട് നമ്മുടെ കയ്യിലോട്ട് അത് റിപ്പയറിങ്ങിന് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വയറുകളൊക്കെ നോക്കുമ്പം കുറേ വയറുകളൊക്കെ അവിടെ ഇവിടെയും കിടപ്പുണ്ട്. ഇതെല്ലാം ബൈപ്പാസിങ് ആ ഒരു സ്വിച്ചിനകത്ത് കൊടുക്കേണ്ട വയറുകളാണ്. അപ്പോൾ ഇതിൽ മഞ്ഞ വയറും ഒരു വെള്ള വയറും നമ്മുടെ ബോർഡിൽ നിന്ന് PCBയിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു വയറുണ്ട്, അത് കണക്ട് ചെയ്യണം. പിന്നെ സോക്കറ്റിലേക്ക് പോകുന്ന കണക്ഷൻ വയർ, മെയിൻ ഫേസ് വരുന്ന വയർ, അതായത് അത് ഫ്യൂസിലൊക്കെ കയറി ഇറങ്ങി വരുന്നത് കൊണ്ട് അതുപോലെ മെയിൻ ഫേസ് നമുക്കുണ്ട്. അപ്പം അതെല്ലാം ഇതിനകത്ത് തന്നെ ഈ ബൈപ്പാസ് സ്വിച്ചിനകത്തൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഷോർട്ട് വീഡിയോ പോലെ ഇത് കൊടുക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. കാരണം ഇതുപോലെയൊക്കെ പലർക്കും ഇതുപോലുള്ള സ്വിച്ചുകളൊക്കെ ഒന്ന് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ വരായിരിക്കും. അപ്പോൾ ഈ എക്സൈഡിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ മോഡലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഡബിൾ സോക്കറ്റാണ്. അപ്പം വലിയ 16 ആമ്പിൻ്റെ ആ ഒരു സോക്കറ്റല്ല, ചെറിയ 2 സോക്കറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്, രണ്ടായിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് 2 പ്ലഗായിട്ട് കുത്തിയെടുക്കാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അതിൻ്റെ ന്യൂട്രലൊക്കെ ആ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫേസിൻ്റെ വയറാണ് അവിടെ, ആ ഒരു റെഡ് വയർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കണം സ്വിച്ചിനകത്ത്. അപ്പോൾ ഞാൻ ഈ ഒരു എക്സൈഡിൻ്റെ സെയിം കസ്റ്റമറിൻ്റെ അത് നമ്മുടെ ടെക്നീഷ്യന്മാർ, അതായത് ഇതിൻ്റെ സർവീസ് സെൻറ്ററിലെ യഥാർത്ഥ ടെക്നീഷ്യന്മാർ വന്ന് റിപ്പയർ ചെയ്യുമ്പോൾ മാറുന്ന അതേ സ്വിച്ച് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ സ്വിച്ച് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ബാക്കിലൂടെയാണ് നമ്മൾ തള്ളി വയ്ക്കുന്നത്. അതിൻ്റെ ലോക്ക് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ തള്ളി വെച്ചിട്ട് നമുക്ക് 4 പോയിൻ്റാണ്, അതായത് ഇതിൻ്റെ 4 ലെഗാണ് ഇതിനകത്തുള്ളത്. മുകളിലത്തെ 2 ഷോർട്ടായിട്ട് വരുന്നതാണ്, ഷോർട്ട് ചെയ്ത്, അതായത് കയറി ഇറങ്ങി പോകാനുള്ള, ബൈപ്പാസ് ചെയ്യുമ്പോൾ കയറി ഇറങ്ങി പോകാനുള്ളതാണ് മുകളിലത്തെ ഒരു സൈഡിൽ വരുന്നത്. ബാക്കി 4 പോയിൻ്റാണ് നമുക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ സ്വിച്ച്. നമുക്ക് സാധാരണ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ ഇതുപോലത്തെ സ്വിച്ച് കിട്ടും, പക്ഷേ ഇത്രയും ഒരു ക്വാളിറ്റിയുള്ള സ്വിച്ച് ആയിരിക്കണമെന്നില്ല. ഇത് ഞാൻ അതുകൊണ്ട് നമ്മുടെ ടെക്നീഷ്യൻ്റെ നിന്ന് ചോദിച്ച് വാങ്ങിച്ചതാണ്. ഈ ഒരു ബ്രാൻഡിന് അവർ തന്നെ കൊടുക്കുന്നതായതുകൊണ്ട് അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് ബാക്കിലൂടെ നമ്മളിങ്ങനെ തള്ളി അങ്ങോട്ട് കയറ്റിയിടുമ്പോൾ അതിന് 2 ലോക്കുണ്ട്, മുകളിൽ 2 താഴെ 2. ആവശ്യത്തിന് അത് പ്രസ് ചെയ്താൽ പുറന്നോട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഈ സ്വിച്ച് കയറ്റി അതിനകത്ത് ഇട്ടാൽ മാത്രമേ ആ വയർ കണക്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. കാരണം ആ വയറിന് അത്രയ്ക്കുള്ള നീളമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് ലെഗ് ചൂടാകാത്ത വിധത്തിൽ ആദ്യം നമ്മൾ ആ സ്വിച്ച് ഇടുന്നതിന് മുമ്പേ ജസ്റ്റ് സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് അതിലൊരു ഫ്ലെക്സൊക്കെ വെച്ച് ശകലം ലെഡ് ഒന്ന് ചൂടാക്കി കൊടുത്തിരിക്കണം. കാരണം എന്നാലേ നമുക്ക് അകത്തോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അത് സോൾഡർ ചെയ്ത് എടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ ഫ്യൂസിൽ നിന്ന് വരുന്ന വയർ ഏറ്റവും അടിയിലാണ് കൊടുക്കേണ്ടത്, ആ സ്വിച്ചിൻ്റെ ഏറ്റവും അടിയിൽ. അതിൻ്റെ മെയിൻ നമ്മുടെ ഫേസ് വരുന്ന ചുവപ്പ് വയർ അതിൻ്റെ റൈറ്റ് സൈഡിൽ സെൻട്രലായിട്ട് വരും. പിന്നെ വരുന്ന ആ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ സോക്കറ്റിൻ്റെ അതിൽ നിന്ന് വരുന്ന ഒരു റെഡ് വയർ മുകളിലത്തേലും, അടിയിൽ വരുന്നതിൽ നമുക്ക് എലോയും ഉണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഒരു പോയിൻറ്റും. ട്രാൻസ്ഫോമറിലെ ഒരു പോയിൻറ്റ് നമ്മൾ ഓൾറെഡി സോക്കറ്റിൻ്റെ ന്യൂട്രൽ ഭാഗത്ത് കണക്റ്റഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ന്യൂട്രലുമായിട്ട് ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇത് സ്വിച്ചിനകത്ത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഞാനിത് പലർക്കും ഇത് കൺഫ്യൂഷൻ ആകാറുണ്ട് ചില സമയത്ത് നമ്മൾ എടുത്തിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ആ പറഞ്ഞ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഫ്യൂസിൽ നിന്ന് വരുന്ന വയറും അതിൻ്റെ താഴത്തെ പോയിൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ പോയിൻറ്റിൽ നമ്മുടെ മെയിൻ കോഡ് വയറിൽ നിന്ന് KCBയുടെ ലൈൻ വന്ന് കയറുന്നതാണ് സെൻട്രൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ സോക്കറ്റിലേക്ക് പോകുന്ന ഫേസ്, അതായത് മുകളിലത്തെ ലൈനിൽ നിന്ന് നമ്മൾ അത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കയറി ഇറങ്ങിയാണ് അപ്പർ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ വയറിങ്, ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു മോഡൽ ചിലപ്പോൾ നമ്മളിതൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ ചിലപ്പം സെർച്ച് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. കാരണം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നോക്കണമല്ലോ, കറക്റ്റായിട്ടുള്ള ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനതെല്ലാം ബാറ്ററിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു, വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ചാർജിങ്ങിലേക്ക് പോകുന്നുണ്ട്. അതിന് ഞാൻ ക്ലാമീറ്റർ ഇട്ടിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. KCB ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്, തന്നെ അത് കാണിക്കുന്നുണ്ട്. അത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന നമുക്ക് ചാർജിങ് ഓപ്ഷൻ. ഇത് 850 വിയുടെ ആണ്, എക്സൈഡിൻ്റെ 850 വിയുടെ. അപ്പോൾ ആ ഡിസ്പ്ലേയിൽ ബാറ്ററി വോൾട്ടേജ് 13.1. ഇനി നമുക്ക് ക്ലാമ്പീറിലൊന്ന് നോക്കാം അതിൽ എത്ര ആംബിയർ കിട്ടുന്നുണ്ടെന്ന്. കാരണം ബാറ്ററി ചാർജിങ്ങിലേക്ക് കണ്ട 11.5
ആ ഒരു ആംപിയറിലേക്ക് ബാറ്ററി ചാർജിങ്ങിന് പവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ വീഡിയോകളും മറ്റ് പല രീതിയിലുള്ള വീഡിയോകളും എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.